നമ്മൾ ഈ ജന്മപാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മന ഉണ്ടാകുന്ന പാപമല്ല ജന്മപാപം. ഹല്ലേലൂയ. എന്താണ് ജന്മപാപം? ആദി മാതാപിതാക്കളുടെ പാപമല്ല ജന്മപാപം. എന്താണ് ജന്മപാപം? മാതാപിതാക്കളൊന്നും ഉണ്ടാകുന്നതുമല്ല ജന്മപാപം. അതായത് സഭ പഠിപ്പിക്കുന്നത്, സഭ പറയുന്നത് ജന്മപാപം എന്ന് പറയുമ്പോൾ ആദി മാതാപിതാക്കൾ ചെയ്ത പാപം വഴി കൃപ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് ജന്മപാപമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ത് നഷ്ടപ്പെട്ടു പോയ അവസ്ഥ? കൃപ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. ഒരു പാപം ചെയ്തപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു പോയി? കൃപ നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തിന് അമലോൽഫ എന്ന് വിളിക്കുന്നത്? ജന്മപാപം ഇല്ലാത്തതുകൊണ്ട്. അത് ബൈബിളിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 1:28 പറയുകയാണ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. മാതാവ് ജനിക്കുമ്പോൾ തന്നെ ഈ കൃപ ഉണ്ടായിരുന്നു. അതായത് ജന്മപാപം എന്ന് പറയുമ്പോൾ ഈ കൃപ അതായത് ജന്മം കൃപയില്ലാത്ത അവസ്ഥയാണ്. നാം മാതാവ് ജനിക്കുമ്പോൾ എന്ത് ഉണ്ടായിരുന്നു? പൂർണ്ണ കൃപയിലാണ് ആയിരിക്കുക. അതുകൊണ്ടാണ് എന്തോന്ന് പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് പറയുന്നത് പാപമില്ലാത്തവൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ഈ കൃപ, ഈ വിശുദ്ധിയാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഈ വിശുദ്ധി വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു നമ്മള് എന്ത് ചെയ്യുന്നു? ഈ വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി യേശു നമ്മൾ എന്ത് ചെയ്യുകയാണ്? പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അത് ഞാൻ വീണ്ടും അത് പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം പറയും. ഫിലിപ്പി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരു കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഞാൻ ചില വചനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ എന്ത് നൽകും? സുരക്ഷിതത്വം നൽകും. ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ഉറക്കം വരും. 2, യേശുവിന്റെ നീതിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും. ഹല്ലേലൂയ. കാരണം ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. കാരണം ഇത് 2 അറിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ആത്മാവ് രക്ഷപ്പെടുമെന്ന് ആർക്കറിയാം? പിശാചിന് അറിയാം. അതുകൊണ്ട് ഇത് 2ഉം പഠിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ആരും വിടത്തില്ല, പിശാച് വിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല. മത്തായിയുടെ സുവിശേഷം 7:21. മത്തായി 7:21. അത് ഈ 5 മുതൽ 7-ാം അധ്യായം അവസാനിക്കുന്നത് വരെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തുള്ള വചനങ്ങളാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത്. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്. എന്താണ് സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം? അതിന് പരിശുദ്ധനായിരിക്കുക. അതിന് ഈ നീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. എന്താണ് ഇഷ്ടം? അതായത് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം, അതാണ് യേശു പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മലമുകളിൽ ഇരുന്നു കൊണ്ട് യേശു പഠിപ്പിക്കുന്നത് ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. വചനം പറയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-17 വചനം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-17 വചനം. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചുണ്ട്. അപ്പോൾ യേശുവിന്റെ ഈ പഠിപ്പിക്കൽ ആരുടേതല്ല? യേശുവിൻ്റെതല്ല. ആരുടേതാണ്? പിതാവിൻ്റെതാണ്. 17-ാം വാക്യം, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ഈ പ്രബോധനം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് യേശു പഠിപ്പിക്കുന്ന പ്രബോധനം. ആ പ്രബോധനം ആരുടേതല്ല, യേശുവിൻ്റെതല്ല. ആരുടേതാണ്? പിതാവിൻ്റെതാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, അതിൽ അവസാന കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പുത്രൻ വഴി സംസാരിച്ചു. ദൈവം തൻ്റെ പുത്രൻ വഴി സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പുത്രൻ സംസാരിക്കുന്നത് ആരുടെ വചനമാണ്?
പിതാവായ ദൈവത്തിന്റെ വചനമാണ്. അപ്പോ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ പുത്രന്റെ ഈ പ്രബോധനം എന്ത് ചെയ്യണം? അനുസരിക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7:21 വചനം പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മള് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്താണ്? ഈ ഇഷ്ടത്തിനെ കുറിച്ചാണ് യേശു മലമുകളിൽ ഇരുന്നു കൊണ്ടെല്ലാം ഈ 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം 22-ാം വാക്യം വായിച്ചേ. 7-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-22 വചനം വായിച്ചേ. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് നിങ്ങൾ പലരും പറയും, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും പിശാചുകളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോ യേശു പറയുന്നത് എന്താണ്? നിങ്ങളെ ഒരിക്കലും ഞാൻ അറിയുന്നില്ല. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെ ഒരിക്കലും ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുന്ന 2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. 2 എന്താണ്? അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകും. യേശു നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വചനം പറയുകയാണ് 2 തിമോഥെയോസിന്റെ 2:19. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇങ്ങനെ മുദ്ര ചെയ്തിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ഇവിടെ വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 7:22 വാക്യം പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നാൽ ഇവിടെ 2 തിമോഥെയോസ് 2:19 വചനം പറയുകയാണ്, കർത്താവ് ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇങ്ങനെ മുദ്രമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്നെ അറിയണമെങ്കിൽ ഞാൻ എന്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം? പാപത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അപ്പോൾ ഇത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അതായത് ചിലപ്പോ ശുശ്രൂഷകര്, എല്ലാ ശുശ്രൂഷകരും എവിടെ എത്തത്തില്ല? സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. അവിടെ വചനം പറയുകയാണ്, കർത്താവ് നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും പിശാചുകളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാ യേശു എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയുകയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു നിൽക്കുക. അതായത് നമ്മള് എല്ലാ അത്ഭുതങ്ങളുടെയും പുറകിൽ ഓടരുതെന്ന് സഭ പഠിപ്പിക്കുന്നത് ഇക്കാരണം കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.